തൃപ്പൂണിത്തറയിലെ LDF സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ നല്ല ചൂടാണ്. ഈ ചൂടിൽ എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? അന്തരീക്ഷം ചൂട് കൂടി വരികയാണ്. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് രംഗവും ചൂട് പിടിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നല്ല നിലയിലാണ് പോകുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നലെ ബഹുമാന്യനായ നമ്മുടെ നിയമ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. വലിയ ജനാവലിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിൽ പങ്കാളികളായി. പ്രചരണ പ്രവർത്തനങ്ങളിൽ എൻ്റെ പോസ്റ്ററുകൾ, ബോർഡുകൾ അതെല്ലാം വന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ നന്നായി നമ്മൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ മണ്ഡലത്തിലെ UDF പ്രതിനിധിയുടെ പ്രവർത്തനത്തിനിടയിൽ വന്ന മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കുറ്റപത്രം ഇറക്കിയിട്ടുണ്ട്. വരുന്ന 5 കൊല്ലക്കാലം ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് കീഴിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രകടന പത്രിക അത് തയ്യാറായി വരികയാണ്. അത് ഉടൻ തന്നെ അത് പ്രകാശനം ചെയ്യും. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ, ലോക്കൽ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിക്കുകയാണ്. അതിനു മുന്നേ തന്നെ ഞങ്ങൾ ഇത്തവണ സ്വീകരിച്ച ഒരു നിലപാട്, സാധാരണ ലോക്കൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ബൂത്ത് കൺവെൻഷനുകൾ ചേരുന്നതെങ്കിൽ ഞങ്ങൾ 22-23 എല്ലാ ബൂത്ത് കൺവെൻഷനുകളും 294 ബൂത്ത് കൺവെൻഷനുകളും 100 കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ചേരുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് ശേഷം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്യതയിലേക്ക് വരുന്ന ഘട്ടമാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അദ്ദേഹം 26-ാം തീയതി തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ള ആഹ്ലാദത്തിലാണ് ഞങ്ങളെല്ലാവരും. അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തകർ എല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. 10,000-ത്തോളം വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അതിനുശേഷം 27-ാം തീയതി മുതൽ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതു സ്വീകരണ പരിപാടികളും പര്യടന പരിപാടികൾക്കും തുടക്കം കുറിക്കും. അതിനുശേഷം എല്ലാ ലോക്കലുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള വോട്ടർമാരെ കൂടി അണിനിരത്തിക്കൊണ്ടുള്ള ആകർഷകമായ റാലികളോടുകൂടി നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ സമാപിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. LDF-ൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് ഈ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഈ ആളുകളുടെ ഭാഗത്തു നിന്നും എത്തരത്തിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്? 2 വിധത്തിലാണ്. ഒന്ന്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. മറ്റൊന്ന്, വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിനും വലിയ പ്രാമുഖ്യമുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുമ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കേന്ദ്ര BJP ഭരണത്തിൻ്റെ വർഗീയ നിലപാടുകൾക്കെതിരായും അവരുടെ തെറ്റായ സാമ്പത്തിക നിലപാടുകൾക്കും എതിരായിട്ടുള്ള ജനാഭിപ്രായങ്ങൾ രൂപപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. മറ്റൊന്ന്, ഈ വർഗീയതയെയും അവരുടെ സാമ്പത്തിക നയങ്ങളെയും എല്ലാം പരാജയപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടുകൾ, വർഗീയതയോടുള്ള അവരുടെ മൃദു സമീപനങ്ങൾ, അവർ തുടർന്നു പോകുന്ന അവരുടെ സാമ്പത്തിക നയങ്ങൾ, അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലും അവർക്കിടയിലുള്ള ഗ്രൂപ്പ് വടംവലികൾ, അനൈക്യം, അതെല്ലാം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി BJP-യെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തുക എന്ന ഒരു പൊതുലക്ഷ്യം ഈ കാര്യത്തിലുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി ഇടതുപക്ഷമാണ് എല്ലാ കാര്യങ്ങളിലും, വികസന കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ നിലപാടുകളിലാണെങ്കിലും ബദൽ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ തൃപ്പൂണിത്തറയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കനത്ത മത്സരം തന്നെയായിരിക്കും ഇത്തവണ നടക്കുന്നത്. UDF-നെ സംബന്ധിച്ചാണെങ്കിലും NDA സംബന്ധിച്ചാണ് NDA-യിൽ ഒരു സ്ഥാനാർത്ഥിയൊക്കെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അത് എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് താരങ്ങൾ ഇതുപോലെ 2 ഭാഗത്തും മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ താരങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊരു വലിയ സ്വീകാര്യത എല്ലാ മേഖലകളിലും എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. രാഷ്ട്രീയ നിലപാടുകൾക്കും വികസന കാഴ്ചപ്പാടുകൾക്കും തന്നെയാണ് പ്രാമുഖ്യം. തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമതും അധികാരത്തിൽ വരും എന്നുള്ള നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ UDF പറയുന്നത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്, 100-ലധികം സീറ്റ് UDF നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത്. അത് അസംബന്ധമായ ഒരു പ്രചരണമാണ്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ചോദ്യം മറുചോദ്യം ചോദിക്കാമല്ലോ. UDF അധികാരത്തിൽ വന്നാൽ ആരാണ് എന്ന് ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ തന്നെ അവിടെ തർക്കങ്ങൾ ഉയർന്നു വരും. അപ്പോൾ ആരാണ് അവരുടെ നേതാവെന്ന് പോലും ചിത്രീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രയേറെ അനൈക്യമുള്ള, ഇപ്പോൾ തന്നെ അതിൻ്റെ പൊട്ടലും ചീറലും ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ
മുടിയില്ലാത്തൊരു സ്ത്രീയെ സുകേശിനി എന്ന് വിളിക്കുന്നത് പോലെയാണ് ഐക്യവുമില്ല ജനാധിപത്യവും ഇല്ലാത്തൊരു മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുകയാണ്. ആ മുന്നണിയെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കേരളത്തിലുമെല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. വാഗ്ദാന ലംഘനങ്ങളുടെ മാത്രം ചരിത്രമുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നെല്ലാം പറയുന്നത് അസംബന്ധമായ പ്രചരണമാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലയിൽ 45 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ, ആ കുടുംബശ്രീ പ്രസ്ഥാനം കൈവെക്കാത്ത മേഖലകളില്ല. കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയല്ലേ UDF പലപ്പോഴും ശ്രമിച്ചത്. ജനശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ടുവന്ന് കുടുംബശ്രീയെ തകർക്കാൻ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചു. ആ 45 ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീയിലെ നമ്മുടെ സ്ത്രീകൾ, അവർക്ക് എന്ത് സർക്കാർ വിരുദ്ധ വികാരമാണ് ഉണ്ടാകുന്നത്? ഒരിക്കലുമില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. നിലവിൽ വൈപ്പിനിൽ MLA ആണ്. അവിടെ നിന്നുമാണ് ഇപ്പോൾ തൃപ്പൂണിത്തറയിലേക്കൊരു മാറ്റം. M സ്വരാജിൽ നിന്നും കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം തൃപ്പൂണിത്തുറയുടെ മണ്ണിലേക്ക് എന്നെ അയച്ചിട്ടുള്ളത്. കാരണം തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് ഒരുപാട് പോരാട്ടങ്ങളുടെയും ഒരുപാട് കലാപാരമ്പര്യങ്ങളുടെയും എല്ലാം വികാരങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൻ്റെ സമ്പന്നമായ അതിൻ്റെ ഭൂതകാല ചരിത്രത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്ന് ഇടതുപക്ഷ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. വൈപ്പിൻ മണ്ഡലത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വൈപ്പിൻ മണ്ഡലത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള തുടങ്ങിവെച്ചതും നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് പ്രൊജക്റ്റും ഭാവിയിൽ നടക്കാൻ പോകുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കഴിഞ്ഞ 100 കൊല്ലങ്ങൾക്കിടയിൽ വൈപ്പിൻകരയിൽ നടക്കാത്ത അത്രമാത്രം പ്രവർത്തനങ്ങളാണ് വൈപ്പിൻകരയിൽ ഞാൻ നടത്തിയിട്ടുള്ളത്. 5000 കോടിയിലധികം വരുന്ന രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വരുന്നതാകെ. ആ പ്രവർത്തനാനുഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനുള്ളൊരു അംഗീകാരം കൂടിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. വൈപ്പിൻ സ്വദേശിയല്ല ഞാനെങ്കിലും ഞാൻ ഈ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത് കടവന്ത്ര എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഏത് സമയത്തും 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഒരു ജനനേതാവാണ്, പൊതുപ്രവർത്തകനാണ്. മാത്രമല്ല ഈ മണ്ഡലത്തിലെ എൻ്റെ ബന്ധുമിത്രാദികൾ, അതുപോലെ ഒരുപാട് വർഷത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒന്നാണ്. അതെല്ലാം എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വരുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വിശ്വാസികളുടെ കൂടെയാണ് ഇടതുപക്ഷം. വിശ്വാസികളുടെ വോട്ടുകളാണ് നമുക്ക് കൂടുതൽ വരുന്നതും. അതുകൊണ്ടെല്ലാം നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് തൃപ്പൂണിത്തുറയുടെ മണ്ണിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളുള്ളത്. നഷ്ടപ്പെട്ട തൃപ്പൂണിത്തറയിലെ നഷ്ടപ്പെട്ട ഭരണം അത് തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് K ഉണ്ണികൃഷ്ണൻ അടക്കം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.